ഹലോ ഗെയ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ കാക്കുമിയുടെ പാർട്ട് 11 ആണ്. കറക്റ്റായി പറയുകയാണെങ്കിൽ 30ാമത്തെ ചാപ്റ്റർ. സത്യം പറഞ്ഞാൽ ഒരു 2-3 ചാപ്റ്ററൊക്കെ വന്ന് അതൊരൊറ്റ വീഡിയോ ആക്കി ചെയ്യാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ 30ാമത്തെ ചാപ്റ്റർ വന്നതിന് ശേഷം അടുത്ത ചാപ്റ്റർ വരാനായി കുറച്ചുനാൾ വെയിറ്റ് ചെയ്ത് നോക്കി. എന്നാൽ ഈ അടുത്തൊന്നുമായി ഇനി നെക്സ്റ്റ് ചാപ്റ്റർ വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇനിയും സമയം കളയേണ്ട എന്ന് തോന്നി ഈ ഒരു 30ാമത്തെ ചാപ്റ്ററും എക്സ്പ്ലനേഷൻ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പിന്നെ കൂടുതലൊന്നും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറഞ്ഞത് അമരൻ എന്ന ക്യാരക്ടർ വെജീറ്റയുമായി ഫൈറ്റ് ചെയ്യുന്നതും അവസാനം വെജീറ്റ ജയിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഇവിടെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ പാലസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ചെയറിൽ അങ്ങിയിരിക്കുകയാണ്. കൂടാതെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ മൂക്കിൽ നിന്നുമൊക്കെ ബ്ലഡ് വരുന്നുമുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഈവിളായിട്ടുള്ള ഏഞ്ചൽസിനെയും ഗോഡ്സിനെയും ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് മാക്സിമം കൺട്രോൾ ചെയ്ത് ഇങ്ങനെ പിടിച്ചു നിർത്തുകയാണ് തന്റെ പവേഴ്സ് വെച്ച്. അങ്ങനെ അതിനുശേഷം ഇവിടെ സെനോയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെനോ എന്നാൽ പിന്നെ പോയാലോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ പാലസ് ഒക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. അപ്പോഴതാ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ മുൻപിൽ 2 സെനോയും അതുപോലെ തന്നെ സെനോയുടെ ഗാർഡും എത്തുന്നു. അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ അടുത്തെത്തിയ സെനോ, എന്തുണ്ട് ഗ്രാൻഡ് പ്രീസ്റ്റ്, സുഖമാണോ, നമുക്ക് എന്തെങ്കിലും കളിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അതായത് നമ്മൾ സെനോയെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാണാൻ വലിയ ഒമിനി കിങ്ങും ഗോഡൊക്കെ ആണെങ്കിലും സ്വഭാവം ഇപ്പോഴും കുട്ടികളെ പോലെയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പെട്ടുപോയ അവസ്ഥയിലാണ്. നിങ്ങൾക്ക് എന്താണ് കളിക്കേണ്ടത് എന്നും ഇവിടെ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സെനോ പറയും, എഴുന്നേൽക്ക് ഗ്രാൻഡ് പ്രീസ്റ്റ്. അപ്പോഴേക്കും രണ്ടാമത്തെ സെനോ, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ അത് എന്താണെന്ന് മറ്റേ സെനോ ചോദിക്കുന്ന സമയത്താണ് നമുക്ക് രണ്ടാമതൊരു ടൂർണമെന്റ് ഓഫ് പവർ നടത്താം. അപ്പോഴേക്കും മറ്റേ സെനോ പറയും, ഓ അതൊരു ഗ്രേറ്റ് ഐഡിയ ആണ്. അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റിനോടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് പിന്നെയും, അല്ല നമ്മുടെ ഗോക്കു എവിടെയാണ്? ഈ സമയം മറ്റേ സെനോ, അതെ ശരിയാണല്ലോ, അവൻ വരാമെന്ന് പറഞ്ഞതായിരുന്നല്ലോ, എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ടൂർണമെന്റ് നടക്കുന്ന സമയത്ത് അവനെ കാണാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് നമ്മുടെ സെനോ വളരെയധികം ഹാപ്പി ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇപ്പോഴല്ലേ ഈ ഒരു ടൂർണമെന്റ് ഒക്കെ കഴിഞ്ഞത്, അവർക്ക് കുറച്ചുകൂടി ട്രെയിനിങ് ചെയ്യാൻ സമയം കൊടുത്തു കഴിഞ്ഞാൽ ഷോ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും എന്ന് പറയുന്നു. അതായത് ഗ്രാൻഡ് പ്രീസ്റ്റ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും വലിയാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴേക്കും സെനോ പറയും, അത് കുറച്ച് കൂടുതലല്ലേ? അതെ, അത് ശരിക്കും ബോറടിക്കും. അങ്ങനെ ഇതും പറഞ്ഞ് നമ്മുടെ സെനോയുടെ ക്യാരക്ടർ പതിയെ മാറാൻ തുടങ്ങും. അങ്ങനെ ഗ്രാൻഡ് പ്രീസ്റ്റിനോട് പറയും, നീ അധികം സംസാരിക്കേണ്ട, നീ വർത്താനം പറയാതെ വേഗം കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ്. അപ്പോഴേക്കും നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് പറയും, എനിക്ക് കഴിയില്ല. അങ്ങനെ ഇത് കേട്ട് സെനോ പറയും, അപ്പോൾ നിനക്ക് കളിക്കേണ്ട. അതിനുശേഷം ഗ്രാൻഡ് പ്രീസ്റ്റ്, നമുക്ക് എഴുന്നേൽക്കാതെ കളിച്ചാലോ? അപ്പോൾ സെനോ പറയും, നമ്മളിവിടെ ഇരുന്ന് കളിക്കാനല്ലല്ലോ ഇവിടെ വന്നത്, അങ്ങനെയാണോ? നീ ആദ്യം നിന്റെ കൈ നീട്ടെ, നമ്മൾ നിന്നെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കാം. നമ്മൾ പരസ്പരം സഹായിക്കുമ്പോഴേ എല്ലാം അടിപൊളിയായിരിക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിനെ നമ്മുടെ സെനോസ് എല്ലാവരും ഒരുമാതിരി ആക്കിയ രീതിയിൽ സംസാരിക്കുകയാണ്. ഈ സമയമായിരിക്കും ആ ഒരു സെനോയുടെ ഗാർഡിലുണ്ടായ ഒരുത്തൻ, സോറി ഹൈ പ്രീസ്റ്റ്, അവരുടെ വരവ് എനിക്ക് അറിയിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സെനോ ആ ഒരു ഗാർഡിനെ തന്നെ ഒറ്റയടിക്ക് ഇല്ലാതാക്കും. ഇത് കണ്ട് പേടിച്ച് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ്, ഞാൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാം സെനോ എന്ന് പറയുമ്പോഴേക്കും, നീ ഒന്നും പറയേണ്ട, നീ വലിയ ആളെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ, ഇനി അതുപോലെ തന്നെ എല്ലാം നടക്കട്ടെ. അങ്ങനെ ഇത് കേട്ട് ഗ്രാൻഡ് പ്രീസ്റ്റ്, അയ്യോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സെനോ ആണെങ്കിൽ ആ ഒരു ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ ഒരു കൈ തന്നെ അങ്ങ് ഇല്ലാതാക്കും. അപ്പോഴേക്കും നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെനോ ഒക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, നീ നിന്റെ തെറ്റുകളൊക്കെ ശരിയാക്കി എന്നൊക്കെ പറഞ്ഞ് 2 സെനോസും അവിടെ നിന്നും പോകുന്നു. ഈ സമയമാണ് നമ്മുടെ യൂണിവേഴ്സ് 0 കാണിക്കുന്നത്. ഈ ഒരു യൂണിവേഴ്സ് 0യിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഈ ഒരു സെനോ ചെയ്ത സംഭവമില്ലേ, ആ ഒരു സമയത്ത് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റ് ഈ ഒരു ഈവിൾ ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ലേ, അതിനൊരു വലിയ ക്രാക്കും സംഭവിക്കുന്നുണ്ട്. അത് കൂടാതെ ആ ഒരു ക്രാക്കിന്റെ ഇമ്പാക്റ്റിൽ 17ാമത്തെ യൂണിവേഴ്സിലെ ഗോഡും അതുപോലെ 13ാമത്തെ യൂണിവേഴ്സിലെ ഗോഡും അതുപോലെ 18ാമത്തെ യൂണിവേഴ്സിലെ ഏഞ്ചലും, അവർ 3 പേരും ആ ഒരു ഗ്രാൻഡ് പ്രീസ്റ്റ് ഫ്രീസ് ആയതിൽ നിന്നും പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തു വന്ന ആ ഒരു ഏഞ്ചൽ പറയാൻ തുടങ്ങും, ഗ്രാൻഡ് പ്രീസ്റ്റ് ഇത്രയും നാൾ നമ്മളെ ഈ ഒരു ട്രാപ്പിനുള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു, നമ്മൾ ഇതിനുള്ളിൽ അകപ്പെട്ട് എത്ര നാൾ ഇങ്ങനെ ഫ്രീസായി പോയി എന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോഴേക്കും മറ്റൊരു ഗോഡ് പറയും, ഇപ്പോൾ നമ്മൾ 3 പേരാണ് രക്ഷപ്പെട്ടത്, ഇനി നമുക്ക് സമയം കളയാനില്ല എന്ന് പറഞ്ഞ് 3 പേരും ഓരോ ഡയറക്ഷനിൽ നോക്കി പോകുന്നു. അങ്ങനെ അതിനുശേഷം ഇവിടെ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ സഡാല പ്ലാനറ്റ്. ഇവിടെ 2 സയൻസ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിനിടയിൽ നമ്മുടെ വാഡോസ് ഇവിടെ ഇറങ്ങുന്നത്. വാഡോസ് വന്ന ഉടൻ തന്നെ ഇവിടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി തുടങ്ങുന്നു. ഇപ്പോഴുണ്ടായ ഫൈറ്റിൽ സയൻസിന്റെ കാര്യത്തിൽ കുറച്ച് കഷ്ടമായിരുന്നു. ഇനി വരാനിരിക്കുന്ന ഫൈറ്റിൽ ബാക്കിയുണ്ടായ
ഉണ്ടായ സയൻസിന് യഥാർത്ഥ യുദ്ധത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് എന്നും പറയുന്നു. അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ആ ഒരു സയ്യൻ പറയും, അമരനും അവന്റെ ടീമും വന്ന് ഇവിടെ സയൻസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ വാഡോസ് പറയും, ഇത് വെറും ഒരു തുടക്കം മാത്രമാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്യാതിരുന്നത്. കൂടാതെ നമുക്കറിയാം ഏഞ്ചൽസിനൊരു റൂൾസ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്ത് ഒന്നും തന്നെ ചെയ്യാനും സാധിക്കില്ല. അങ്ങനെ ഇത് കേട്ട് മറ്റൊരു സയ്യൻ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത്ര ഈസി ആയിട്ട് പറയുന്നത്? എല്ലാ ജീവനും അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ വാഡോസ് പറയും, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നത്? ഓരോ ജീവനും വിലയുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുദ്ധത്തിൽ നമ്മൾ എനിമിയെ കൊല്ലുന്നതും അല്ലെങ്കിൽ എനിമി നമ്മളെ ഇല്ലാതാക്കുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? അങ്ങനെ ഇത് കേട്ട് ആ ഒരു സയ്യനും തിരിച്ചൊന്നും പറയാനും സാധിക്കുന്നില്ല. അങ്ങനെ അതിനുശേഷമാണ് വാഡോസ് ഇവിടെ മറ്റൊരു കാര്യം പറയുന്നത്, ഇനി വരാൻ പോകുന്ന വാറിൽ ഞാൻ ഏറ്റവും പ്രശ്നമായിട്ടും അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടും തോന്നുന്നത് ആ ഒരു ബ്ലാക്ക് ആൻഡ് ഏഞ്ചൽസിനെയാണ്. അപ്പോഴേക്കും ആ ഒരു സയൻസിനെ ഒന്നും മനസ്സിലാവുകയുമില്ല. എന്ത് ബ്ലാക്ക് ആൻഡ് ഏഞ്ചൽസോ? അപ്പോഴാണ് വാഡോസ്, ഓ നിങ്ങൾക്ക് ഇതുവരെ അതിനെക്കുറിച്ച് അറിയില്ല അല്ലെ? ഏഞ്ചൽസിന് ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വിഷയത്തിലൊന്നും അങ്ങനെ ഇടപെടാൻ സാധിക്കില്ല. നമ്മൾ ഒരു മോർട്ടലിന്റെ കൂടെ ഇടപെടുന്ന സമയത്ത് അവരോട് ഫീലിങ്സും ഒക്കെ തോന്നിക്കഴിഞ്ഞാലും നമ്മുടെ റൂൾസ് ബ്രേക്ക് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിൽ റൂൾസ് ബ്രേക്ക് ചെയ്ത് നമ്മുടെ ഏഞ്ചൽസ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഏഞ്ചൽസിന്റെ പുറത്ത് ഒരു കറുത്ത മാർക്ക് വരാൻ വേണ്ടി തുടങ്ങും. അത് ആദ്യം മുടിയിൽ നിന്നും വന്ന് പിന്നീട് അത് സ്കിന്നിൽ സ്പ്രെഡായി പിന്നീട് ഈ ഒരു റൂൾസ് ബ്രേക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ആ ഒരു ബ്ലാക്ക് മാർക്ക് മുഴുവനായും സ്പ്രെഡായി ആ ഒരു ഏഞ്ചൽ തന്നെ അവസാനം ഇല്ലാതാകും. അങ്ങനെ ഇത് കേട്ട് ആ ഒരു സയ്യൻ, എനിക്ക് മനസ്സിലായി നിങ്ങൾ വളരെയധികം പവർഫുൾ ആണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ റൂൾസിന് അഗെയിൻസ്റ്റ് ആയി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോഴാണ് മറ്റൊരു സയ്യൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ഗ്രാൻഡ് പ്രീസ്റ്റിന് ആ ഒരു ബ്ലാക്ക് കളർ വന്നില്ല? കാരണം ഗ്രാൻഡ് പ്രീസ്റ്റ് എല്ലാം സെനോ പോലും അറിയാതെ അവരുടെ ഇഷ്ടത്തിനാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ വാഡോസ് പറയും, നമ്മുടെ ഏഞ്ചൽസിന് മാത്രമേ ഈ ഒരു ബ്ലാക്ക് മാർക്ക് വരികയുള്ളൂ. അതായത് വാഡോസ്, വിസ് അതുപോലെ മറ്റുള്ള യൂണിവേഴ്സിലെ ഏഞ്ചൽസിന്. നമ്മുടെ ഏഞ്ചൽസിന്റെ ഫാദർ ആയിട്ടുള്ള ഗ്രാൻഡ് പ്രീസ്റ്റും ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ വൈഫും, അതായത് ഗ്രാൻഡ് പ്രീസ്റ്റിന്റെ വൈഫ് എന്ന് പറയുന്നത് ആ ഒരു ഈവൾ ഏഞ്ചൽ, രണ്ടുപേരും ചേർന്നാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ ഏഞ്ചൽസിന്റെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്തത്. ഇതിന് കാരണം ഏഞ്ചൽസിന് അത്രയധികം പവേഴ്സ് ഉണ്ട്, അത് തെറ്റായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന് കരുതിയാണ് ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത് എന്നും നമ്മുടെ വാഡോസ് പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ചീലയിനെയാണ് കാണിക്കുന്നത്. ചീലൈ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കൂടാതെ ചീലൈ മരിച്ചിട്ടുമില്ല. ചീലയുടെ അടുത്തായിട്ട് നമ്മുടെ ബ്രോലിയും ഉണ്ട്. അങ്ങനെ അവിടെയുള്ള ഡോക്ടർ, അത് ടഫ്ലിൻ ആണോ എന്ന് അറിയില്ല, ആ ഒരു ഡോക്ടർ ചീലയെ ചെക്ക് ചെയ്ത് പല കാര്യങ്ങളും ഇവിടെ പറയാൻ തുടങ്ങുന്നുണ്ട്. ചീലയുടെ ബോഡിയിനുള്ളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വൈറസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഡിസീസിന് ഈ ഒരു പ്ലാനറ്റിൽ ഇതുവരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഈ സമയം നമ്മുടെ വെജിറ്റ അലറിക്കൊണ്ട് പറയാൻ തുടങ്ങും, ഒരു ഡീമൺ ചീലയെ അറ്റാക്ക് ചെയ്ത് അതിൽ നിന്നും വൈറസ് വന്നു എന്നും. അപ്പോഴേക്കും ആ ഒരു ഡോക്ടർ പറയും, അധികം ശബ്ദം ഉണ്ടാക്കരുത്, ചീലയെ എഴുന്നേൽക്കൂ എന്നും പറയുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ വെജിറ്റ പറയും, ചീലയെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ റോലിയെ സമാധാനിപ്പിക്കാൻ ആർക്കും കൊണ്ടും കഴിയില്ല, അത് അവസാനം നമ്മുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാക്കും, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്നും പറയുന്നു. അങ്ങനെ ഇതും പറഞ്ഞ് വെജിറ്റ പുറത്തേക്ക് പോകുന്ന സമയത്താണ് മറ്റുള്ള സയൻസ് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വെജിറ്റ കേൾക്കുന്നത്. എത്ര സയൻസ് ആണ് മീനിങ്ലെസ് ആയിട്ടുള്ള ഈ ഒരു യുദ്ധത്തിൽ അവരുടെ ജീവൻ കളഞ്ഞത്. യഥാർത്ഥ യുദ്ധം പോലും ഇവിടെ തുടങ്ങിയില്ല. കൂടാതെ അമരന്റെ ആ ഒരു അറ്റാക്കിൽ ഈ ഒരു സഡാല പ്ലാനറ്റിലെ 85% ആൾക്കാരും മരിച്ചു. ബാക്കി ജീവനോടെയുള്ള സയൻസിനെ നോക്കിയാലും അതിൽ കയ്യിൽ എണ്ണാവുന്ന സയൻസിന് മാത്രമേ ഫൈറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നവരുടെ ധൈര്യം പലർക്കും തന്നെ ഇല്ലാതായി, അതായത് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. ഇതിൽ സത്യം പറഞ്ഞാൽ വെജിറ്റയെ തെറ്റു പറയാനില്ല. വലിയ യുദ്ധത്തിന്റെ അടുത്ത് പോലും നമ്മൾ എത്തിയില്ല. എന്നാൽ ഇവരെ തന്നെ പിടിച്ചു നിൽക്കാൻ നമ്മൾക്ക് സഹായിച്ചത് നമ്മുടെ വെജിറ്റയാണ്. അതിനുശേഷം ഇവിടെ നേരത്തെ എസ്കേപ്പ് ആയിട്ടുള്ള 3 ക്യാരക്ടറിനെയാണ് കാണിക്കുന്നത്. അതിൽ ഒരു ഗോഡ് ആണെങ്കിൽ നമ്മുടെ സൂപ്പർ ഡ്രാഗൺ ബോളിന്റെ അടുത്തായിട്ടാണ് ഉള്ളത്. ആ ഒരു ഈവിൾ ഏഞ്ചൽ ആണെങ്കിൽ ഡീമൺ കിങ്ഡത്തിലും എത്തിയിട്ടുണ്ടാകും. എന്നാൽ മറ്റൊരു ഗോഡ് ആണെങ്കിൽ യൂണിവേഴ്സ് 6ന്റെ സഡാല പ്ലാനറ്റിന് മുകളിലായിട്ടാണ് ഉള്ളത്. അങ്ങനെ ഇത് കാണിച്ചതോടുകൂടി ഈ ഒരു ചാപ്റ്ററും ഇവിടെ അവസാനിക്കുന്നു. കൂടാതെ കാക്കുമിയുടെ ഭാഗത്ത് നിന്നും ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഈ ഒരു കാക്കുമിയുടെ ഫാൻ മാങ്ക ആനിമേഷനായി വരുമെന്ന് നമ്മുടെ കാക്കുമിയുടെ ടീം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.